ജോഷുവ അധ്യായം 12 കീഴടക്കിയ രാജാക്കന്മാർ. ജോർദാന് കിഴക്ക് അർണോൻ താഴ്വര മുതൽ ഹെർമോൺ മല വരെയും കിഴക്ക് അരാബ മുഴുവനും ഇസ്രായേൽ ജനം ആക്രമിച്ച് കൈവശപ്പെടുത്തി. അവർ തോൽപ്പിച്ച രാജാക്കന്മാർ ഇവരാണ്: ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോരി രാജാവായ സീഹോൻ. അവൻ്റെ രാജ്യം അർണോൻ താഴ്വരയുടെ അരികിലുള്ള ആരോവേർ മുതൽ താഴ്വരയുടെ മധ്യത്തിലൂടെ അമ്മോന്യരുടെ അതിരായ യാബോക്ക് നദി വരെ കിടക്കുന്ന ഗിലെയാദിൻ്റെ പകുതിയും, കിഴക്ക് അരാബ മുതൽ കിന്നരോത്ത് സമുദ്രം വരെയും, ബത്ത് ജെശീമോത്തിനു നേരെ അരാബ സമുദ്രം വരെയും, തെക്ക് പിസ്ഗായുടെ അടിവാരത്തുള്ള ഉപ്പുകടൽ വരെയും വ്യാപിച്ചിരുന്നു. അസ്താരോത്തിലും എദ്രയിലും താമസിച്ചിരുന്ന റഫായി കുലത്തിൽ അവശേഷിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും അവർ പരാജയപ്പെടുത്തി. ഹെർമോൺ മലയും സാലേക്ക തുടങ്ങി മക്കായുടെയും ഗഷൂറിൻ്റെയും അതിർത്തികൾ വരെയും, ബാഷാനും ഗിലെയാദിൻ്റെ അർദ്ധഭാഗവും ഹെഷ്ബോൺ രാജാവായ സീഹോൻ്റെ അതിർത്തി വരെയും അവൻ്റെ രാജ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കർത്താവിൻ്റെ ദാസനായ മോശയും ഇസ്രായേൽ ജനവും അവരെ പരാജയപ്പെടുത്തി. മോശ അവരുടെ രാജ്യം റൂബൻ, ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി നൽകി. ജോർദാന് പടിഞ്ഞാറ് ലെബനോൻ താഴ്വരയിലുള്ള ബൽഗാദ് മുതൽ സേറിനിലേക്കുള്ള കയറ്റത്തിലെ ഹലാക്ക് മല വരെയുള്ള സ്ഥലത്ത് വെച്ച് ജോഷുവയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ ഇവരാണ്. ജോഷുവ അവരുടെ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഓഹരി പ്രകാരം നൽകി. മലമ്പ്രദേശത്തും സമതലത്തും അരാബയിലും മലഞ്ചെരിവുകളിലും മരുഭൂമിയിലും നെഗബിലുമുള്ള ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ രാജാക്കന്മാർ. ജെറിക്കോ, ബഥേലിന് സമീപമുള്ള ആയ്, ജെറുസലം, ഹെബ്രോൺ, ജാർമുത്ത്, ലാക്കിഷ്, എഗ്ലോൺ, ഗേസർ, ദബീർ, ഗേദർ, ഹോർമ, ആരാദ്, ലിബ്ന, അദുല്ല, മക്കേദ, ബഥേൽ, തപ്പുവ, ഹേഫർ, അഫിക്, ലാഷ്രോൺ, മാദോൻ, ഹാസോർ, ഷിമ്രോൺ, മെറോൺ, അക്ഷാഫ്, താനാക്ക്, മെഗിദോ, കേദേശ്, കാർമെലിലെ യോക്ക്, നെയാം, നഫ്തൂറിലെ ദോർ, ഗലീലയിലെ ഗോയിം, തിർസ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ. ആകെ 31 പേർ.